നമസ്കാരം. പുണ്യഭൂമിയായ അയോധ്യയിൽ ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേളയിൽ നമ്മുടെ വീടുകളിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീടും പരിസരങ്ങളും വൃത്തിയാക്കി കുളിച്ച് ശുദ്ധിയോടെ എല്ലാ ഹൈന്ദവർ എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് ഉള്ളവർ മാത്രമല്ല, ശ്രീരാമദേവനോട് ഭക്തിയുള്ള എല്ലാവരും. കാരണം ശ്രീരാമദേവൻ എന്ന് പറയുമ്പോൾ അത് ഒരു മിത്ത് അല്ല. അയോധ്യ എന്ന പുണ്യഭൂമിയിൽ വിഷ്ണു ഭഗവാന്റെ 7ാമത്തെ അവതാരമായി പിറന്ന ദേവാദിദേവനാണ്. സത്യത്തിനു വേണ്ടി നിലകൊണ്ട ദൈവ ചൈതന്യമാണ് ശ്രീരാമദേവൻ. അപ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധിയോടെ നിലവിളക്ക് തെളിയിച്ച് ശ്രീരാമനാമങ്ങളും രാമായണം പാരായണം ചെയ്യേണ്ടതാണ്. അപ്പോൾ 12 മണിക്ക് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന വേളയിൽ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ രാമായണത്തിലെ പട്ടാഭിഷേകം പാരായണം ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി നമുക്ക് ലഭിക്കാൻ ഇടയാകുന്നതാണ്. അതുപോലെ തന്നെ രാമ 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 പാഹിമാം എന്ന ആ പ്രാർത്ഥനയും ഉരുവിടുന്നത് ശ്രേഷ്ഠമാണ്. അതുപോലെ ഇനി പറയുന്ന ഈ മന്ത്രം കുറഞ്ഞത് 18 ഉരു എങ്കിലും ജപിച്ചാൽ പ്രതിഷ്ഠാ സമയത്ത് ഭഗവാന്റെ പൂർണ്ണമായ ചൈതന്യം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കുന്നതാണ്. അത് മന്ത്രം ഇതാണ്: രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. പ്രതിഷ്ഠ സമയത്ത് ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുന്നതാണ്. ഇപ്പോൾ ലോകം എമ്പാടുമുള്ളവർ ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ടിവിയിലും സോഷ്യൽ മീഡിയയിലും അങ്ങനെ എന്തിന് ഭൂമിയിൽ ഏതൊക്കെ രാജ്യമുണ്ടോ അവിടെയെല്ലാം രാമ എന്ന പേര് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോൾ നാളെ മുതൽ എല്ലാ രാമഭക്തരും വിശ്വാസികളും രാമനാമവും രാമായണവും അതുപോലെ രാമകീർത്തനവും ജപിക്കുന്നത് ഉത്തമമാണ്. പ്രാണപ്രതിഷ്ഠ വേളയിൽ നിലവിളക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തീർച്ചയായും തെളിയിക്കേണ്ടതാണ്. രാവിലത്തെ വിളക്ക് കെടാവിളക്കായി സൂക്ഷിച്ചാലും അത് ഉത്തമമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി എത്രയെത്ര ത്യാഗങ്ങൾ സഹിച്ചു എന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും അതിലൂടെയുള്ള സംഘടനകൾക്കും അറിയാം. പണ്ട് മുതൽക്ക് തന്നെ അന്ന് മുതൽ തന്നെ ഹൈന്ദവരെ അടിച്ചമർത്താനാണ് അന്നത്തെ ഭരണകർത്താക്കൾ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഈ സുദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ ഹൈന്ദവർക്കും അഭിമാനിക്കാനുള്ള അവസരമാണ്. നട്ടലുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് നമുക്ക് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇതിലൂടെ നാം കാണേണ്ടത്. അപ്പോൾ എല്ലാവരും പ്രാണപ്രതിഷ്ഠ വേളയിൽ നേരത്തെ പറഞ്ഞ ആ മന്ത്രം ഉരുവിട്ട് നിലവിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.